തോട്ടുമുക്കം ആരോഗ്യ ഉപകേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. പ്രദേശത്ത് ചികിത്സാ സൗകര്യത്തിനായുള്ള ഏറെ നാളത്തെ ആവശ്യം പരിഗണിച്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ ഉപകേന്ദ്ര നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു. 55 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായത്. വയറിംഗ്, പ്ലംബിംഗ് ജോലികൾ കൂടി പൂർത്തിയായാൽ സബ് സെന്റർ പ്രവർത്തനം തുടങ്ങാനാകും. ആധുനിക ചികിത്സാ സൗകര്യങ്ങളൊന്നുമില്ലാത്ത തോട്ടുമുക്കത്താണ് ആരോഗ്യ ഉപകേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. പ്രദേശത്ത് ചികിത്സാ സൗകര്യത്തിനായുള്ള ഏറെ നാളത്തെ ആവശ്യം പരിഗണിച്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ ഉപകേന്ദ്ര നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു. 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇനി ഇലക്ട്രിക്, വയറിംഗ്, പ്ലംബിംഗ് തുടങ്ങിയ പ്രവൃത്തി കൂടി പൂർത്തിയായാൽ സബ് സെൻ്റർ പ്രവർത്തനം തുടങ്ങാനാവും. അപകടമോ രോഗമോ ഉണ്ടായാൽ പെട്ടെന്ന് ആശ്രയിക്കാൻ ഒരു ആശുപത്രിയില്ലാത്ത തോട്ടുമുക്കത്ത് പൊതുമേഖലയിലാകെയുള്ളത് 24 വർഷം മുൻപ് കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പിന് വേണ്ടി നിർമ്മിച്ച ഒരു ആരോഗ്യ ഉപകേന്ദ്രവും ഒരു ചെറിയ സ്വകാര്യ ക്ലിനിക്കും മാത്രമാണ്. പ്രദേശത്ത് ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി ഒരു സ്റ്റാഫ് നഴ്സിനുണ്ടാക്കിയ ക്വാർട്ടേഴ്സാണ് പിന്നീട് ഉപകേന്ദ്രമാക്കിയത്. ഈ കെട്ടിടം മേൽക്കൂര കേടുവന്ന് ജീർണിച്ച് അപകട ഭീഷണിയിലായതിനെ തുടർന്ന് നവീകരിക്കാൻ NHM പദ്ധതിയിൽ 2022 7 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും നടപടിയൊന്നും പിന്നീടുണ്ടായില്ല. ഉപയോഗയോഗ്യമല്ലാതായി കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കാനായിരുന്നു ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പൊളിച്ചുമാറ്റാൻ സാങ്കേതിക കാരണങ്ങളാൽ അനുമതി കിട്ടാത്തതിനാൽ തൊട്ടടുത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. പുതിയ സബ് സെൻ്ററിൽ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഡോക്ടറുടെ സേവനം സർക്കാർ അനുവദിക്കുന്നില്ലെങ്കിൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് നാട്ടുകാരുടെ കൂടി സഹകരണത്തോടെ പ്രാദേശികമായി ഡോക്ടർമാരെ നിയമിച്ച് നാടിൻ്റെ ചികിത്സാ ആവശ്യം നിറവേറ്റാനും ഉദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.